യോ അന്നേരം ഇന്നൊരു സാഡ് ഡേ ആയിരുന്നു ഗൈസ്. നമ്മുടെ ഒരു മീൻ ചത്തു പോയിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ ആ മീനെ എടുത്ത് കളഞ്ഞ് നമ്മൾ അക്വേറിയം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. നമ്മളിങ്ങനെ ഒത്തിരി നേരം എടുത്ത ഗൈസ് ഈ ക്ലീൻ ചെയ്തത്. നിങ്ങൾ ലാഗ് അടിപ്പിക്കേണ്ടതെന്ന് വെച്ച് ടൈം ലാപ്സിയാണ് ഇട്ടേക്കുന്നത്. നമ്മളിതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് നമ്മുടെ മീനുകളെ ഇടാം. അത് 3 സൈസ് മീനുകളാണുള്ളത്. ആദ്യത്തെ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയോ ഗൈസ്. നമ്മുടെ ഒരു സാധാ കോഴിയും ഒരു ബട്ടർഫ്ലൈയുമാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഫ്രണ്ട് ക്യാമറയാണ് ഓണാക്കിയേക്കുന്നത്, അതുകൊണ്ട് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അടുത്തതായിട്ട് ഇവനാണ് നമ്മുടെ ടാങ്കിലെ വില്ലന്മാർ. എപ്പോഴും കിടന്ന് കുത്തുന്ന ഒരു ടൈപ്പാണ്. ക്യാറ്റ് ഫിഷാണ്. നമുക്ക് തന്നെ 2 പ്രാവശ്യം പണി കിട്ടിയാണ്. ഒരുത്തൻ ചാടിപ്പോയി. ഒരുത്തൻ അതിനകത്ത് തന്നെ കിടക്കുക. ഇറങ്ങി വന്ന് ഗൈസ്. അടുത്താണ് നമ്മുടെ പാടുള്ളൊരു സംഭവം. അടുത്ത് നമ്മുടെ ഷാർക്സിനെയാണ്. എന്തായാലും എനിക്ക് ഒരു കൈ വെച്ച് എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ മൊബൈൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എടുക്കാൻ പോവാണ് ഗൈസ്. ഇപ്പം തന്നെ വെള്ളം മൊത്തം ചാടി. വലയിട്ടൊന്ന് നോക്കാം. പണിപ്പാളി. ഗായ്സ് അവൻ ചാടിപ്പോയിട്ടുണ്ട് ഗായ്സ്. ഒരുവിധം എടുത്തിട്ട് ഇവൻ്റെ ദേഹത്ത് മൊത്തം മുടിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ഇപ്പോൾ വാരിയെടുക്കാം. കയറണത്തും കൂടി ഇട്ട് വാരണം. അത് അവൻ ഒഴുകിയൊരു കട്ടിലിൻ്റെ അടിയിലാണ് പോയത്. അവിടെ നിന്ന് എടുത്ത് ഓക്കെ അവൻ കട്ടിലിൻ്റെ അടിയിലാണ് പോയത് ഗൈസ്. ഇനി ബാക്കിയുള്ളവരെ എടുക്കണം. അടുത്ത ആളെ എടുത്തു. അവൻ മാത്രമേ ഉള്ളായിരുന്നു ആ ചാടിപ്പോയ. ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ടിരുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ അടങ്ങി ഒതുങ്ങിയിരിപ്പുണ്ട്. കണ്ടോ. പിന്നെ ഈ ഷാർക്ക്, ഇത് ആൽബിനോ ഷാർക്കാണ്. ഈ ആൽബിനോ ഷാർക്കിൻ്റെ പ്രത്യേകത അതിപ്പോൾ വെള്ളം ഇങ്ങനെ മാറുമ്പോൾ നല്ല കാമാണ്. കണ്ടോ. നമ്മൾ ഒരു വെള്ളത്തിൽ നിന്ന് മറ്റൊരു വെള്ളത്തിലോട്ട് വരുമ്പോൾ ഭയങ്കര കാമായിട്ട് കിടക്കും. അല്ലാതെ കിടക്കുമ്പോൾ മാത്രമേ ഒരു അഗ്രസീവ് ടൈപ്പായിട്ടുള്ളൂ. അല്ലെങ്കിൽ നല്ല കാം ഫിഷാണ്. മൂന്നാമത്തെ ലാസ്റ്റ്, തേർഡ് ആൻഡ് ലാസ്റ്റ് അവനും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇനിയും മുട്ടി കിടപ്പുണ്ട്.